ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് BSNL FTTHൻ്റെ കുറിച്ച് തന്നെയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ്. അപ്പോൾ എൻ്റെ ഒരു പാക്ക് 300 GB പെർ മന്ത് ആയിരുന്നു. അതിപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള സ്പീഡ് ടെസ്റ്റും അങ്ങനെയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ സെൽഫ് കെയർ പോർട്ടലിൽ നമ്മളെങ്ങനെ യൂസേജ് നോക്കാം, കറക്റ്റായിട്ടുള്ള യൂസേജ് നോക്കാം അങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഞാനിപ്പോൾ മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BSNL കണക്ട്, അതുപോലെ എന്താ പറയുക, BSNL Pro എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ആഫ്റ്റർ പാർട്ടി ആപ്പാണ് യൂസ് ചെയ്യാറ്. പക്ഷേ അതിൽ അത്ര കറക്റ്റല്ല. ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ എൻ്റെ പാക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ BSNL കണക്റ്റിൽ കാണിക്കുന്നത് നോക്കിക്കോളൂ. അതൊന്ന് ലോഡാവട്ടെ. അപ്പോൾ അതിനു മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓണാക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് 296 ഒരു 4 GB അടക്കമുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഒറിജിനലി ശരിക്കും 300 GB കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടത് ഇപ്പോൾ എങ്ങനെ നമുക്ക് BSNL സെൽഫ് കെയർ പോർട്ടലിൽ പോകാം. അതിന് മുമ്പ് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതെനിക്ക് പറഞ്ഞിരിക്കുന്നത് ശരിക്കും 2 MB/s ആണ് അത് കഴിഞ്ഞ് നമ്മുടെ പാക്ക് കഴിഞ്ഞിട്ടുള്ള സ്പീഡ് പറയുന്നത്. അത് നമുക്കിപ്പോൾ എത്ര കിട്ടുന്നതെന്ന് നോക്കാം. അത് ഏത് പാക്കായാലും നമുക്ക് നമ്മുടെ പാക്ക്, നമ്മുടെ നോർമൽ ലിമിറ്റ് FUP കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത് 2 MB/s ആണ് BSNL എല്ലാം. എന്താ അപ്പോൾ ഒരു 2.08. പക്ഷേ 2-3 ഫോൺ വേറെ കണക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നേരത്തെ ഞാൻ നോക്കിയപ്പോൾ 3 കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അപ്ലോഡും സെയിം തന്നെയാണ് കിട്ടാൻ. നേരത്തെ 3 കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുതൽ 2 അതേ സെയിം തന്നെ ആയിട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്തൊരു 2-3 ഫോൺ കണക്റ്റഡാണ് വേറെ, എന്നിട്ടും സെയിം തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ലോഡാവാൻ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം ചാനലിൽ കയറിയിട്ട്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ വീഡിയോ ആണ് എയർടെൽ ഫൈബറിനെ കുറിച്ച്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. വീഡിയോ ലോഡാവാനും അങ്ങനെ ഇഷ്യൂകളൊന്നുമില്ല. അപ്പോൾ തന്നെ ലോഡാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്ട്രീമിങ് അങ്ങനെയൊന്നും വരുന്നില്ല. എന്നാലും നമ്മുടെ നോർമൽ സ്പീഡില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും വീഡിയോ കാണാനൊക്കെ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ലോഡാവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു സൈറ്റ് എടുത്ത് കാണിച്ചിരുന്നപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു മനോരമ എടുത്ത് നോക്കാം. മനോരമയുടെ സൈറ്റ് എടുത്ത് നോക്കാം. മനോരമ ഓൺലൈൻ അപ്പോൾ തന്നെ വരുന്നുണ്ട്. സ്പീഡ് ഇഷ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ലോ സ്പീഡൊന്നും അല്ല. നമ്മുടെ FUP കഴിഞ്ഞാലും അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ 1-ാം തീയതിയാണ് ഇപ്പോൾ മാറുക. അപ്പോൾ എനിക്ക് 2-3 ദിവസം കൂടി ഉണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് പിന്നെ ഒരു ഓഫർ വന്നതെന്താ വെച്ചാൽ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ നെറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നോക്കുവാണെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വന്നു. അതൊരു 50 രൂപ കൊടുത്താൽ 2 GB, അതുപോലെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 GB, അങ്ങനെ ഒരു ഓഫർ. പക്ഷേ ഞാനിപ്പോൾ നോക്കിയപ്പോൾ വലിയ സ്പീഡ് കിട്ടിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്ലോഡിങ് ഒന്നും നടക്കില്ല. എന്താ വെച്ചാൽ 2 GB ഒക്കെ ഉള്ളൂ, 2 MB/s ഉള്ളൂ സ്പീഡ്. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ യൂസിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2-3 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ടോപ്പ് അപ്പ് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ടോപ്പ് അപ്പ് ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞാലും ടോപ്പ് അപ്പ് ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ പേയ്മെൻ്റ് ഉണ്ട്, അത് കാര്യം 50 രൂപീസിന് 2 GB, 100 രൂപയ്ക്ക് 10 GB എന്നുണ്ട്. അത് കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് 20 GB അങ്ങനെയാണ് ഓഫർ വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ പേജിൽ വരും. ഞാനൊരു എന്താ പറയുക, നമ്മുടെ ഇവരുടെ തന്നെ ഒരു പേജ് ഉണ്ടായിരുന്നു. നോർമലി നമ്മുടെ ഈ പാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൽ കാണിക്കും നിങ്ങളുടെ പാക്ക് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കാണിക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ അതിനൊരു ലിങ്കും വരെ അവർ തരും ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് എന്തായാലും BSNL സെൽഫ് കെയർ പോർട്ടലിൽ പോയിട്ട് നമുക്ക് യൂസേജ് അങ്ങനെ നോക്കാം. അപ്പോൾ BSNL സെൽഫ് കെയറിന് അടിക്കുക. അപ്പോൾ അതാ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അത് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇതിപ്പോൾ എല്ലാം തോന്നുന്നുണ്ട്. ലോഗിൻ ചെയ്യാം. ഇതപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കയറാം. എൻ്റെ ബില്ലൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. പിന്നെ നമുക്ക് ബില്ല് നമ്മുടെ യൂസേജ് നോക്കാനുള്ള മൈ യൂസേജ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് യൂസേജ് ഉണ്ട്. അതിൽ അൺബിൽഡ് യൂസേജാണ് എടുക്കുന്നത്. വേറെ എന്ത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല. അതിലെല്ലാം അവൈലബിൾ അല്ല, ഡാറ്റ അവൈലബിൾ അല്ല എന്ന് കാണിക്കുള്ളൂ. നമ്മുടെ യൂസേജ് നോക്കുക. അപ്പോൾ 1 കൊടുക്കുക.
ഇന്നത്തെ ഡേറ്റ് 28 കൊടുക്കുക, കൊടുക്കുക. ബോർഡിംഗ് വന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നെന്ന് തോന്നുന്നുണ്ട്. അതാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, BB ക്യുമുലേറ്റീവ് അൺബിൽഡ് യൂസേജാണ് നോക്കുന്നത്. ബില്ല് ചെയ്താലേ ബില്ല് പേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്രോഡ്ബാൻഡിലാണ് നോക്കേണ്ടത്. മറ്റേ മുകളിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ടോട്ടൽ അപ്ലോഡ് 291 ആയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ഡൗൺലോഡ് 274 ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വന്നേക്കുന്നത് 303 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ടോട്ടൽ ചാർജബിൾ യൂണിറ്റ് 0 ആണ്. പിന്നെ പ്ലാനും കൊടുത്തിട്ടുണ്ട്, ഡ്യൂറേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ ഇവരുടെ സൈറ്റിൽ കറക്റ്റ് നോക്കാൻ പറ്റുന്നത്. തന്നെയാണ് നമ്മുടെ മറ്റേ ആപ്പ് നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന പോലെ ഇപ്പോൾ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു എന്താ പറയുക 7 GB ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. എത്ര ഡിഫറൻസ് കാണിക്കുന്നുണ്ട്? 7 to 10, 5 അങ്ങനെ റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് മെത്തേഡ് നമ്മുടെ യൂസ് ചെയ്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.